ഹലോ നമസ്കാരം. അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്കിൻ്റെ ടർബോ റിവ്യൂവിന് മമ്മൂട്ടി കമ്പനി കോപ്പി റൈറ്റ് കൊടുത്തു. ആര് കൊടുത്തു? മമ്മൂട്ടി കമ്പനി കോപ്പി റൈറ്റ് കൊടുത്തു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പേരിൽ എന്തിനാണ് മമ്മൂട്ടിയുടെ മെക്കെട്ട് ഇവിടുത്തെ ചില ആളുകൾ കയറാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്? എന്തിനാണ് മമ്മൂട്ടിനെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്? സീരിയസ്ലി മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ചില ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തോ മമ്മൂട്ടി കരുതിക്കൂട്ടി, മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് ഇവന്മാർക്കൊക്കെ അടിച്ചു കൊടുത്തതാണെന്ന്. പിന്നെ മമ്മൂട്ടിയുടെ വേറെ പണിയില്ലാതിരിക്കുകയാണല്ലോ, സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ. റിവ്യൂസൊക്കെ ഇരുന്ന് കണ്ട് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരൊക്കെ മമ്മൂട്ടി കൈയടിച്ച് പാസ്സാക്കുന്നു, നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നു. അവൻ്റെ ചാനൽ അടിച്ച് കള, അവൻ്റെ ആ വീഡിയോ അങ്ങ് അടിച്ച് കള. മമ്മൂട്ടി പറഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്തത്. അല്ല, ചില ആൾക്കാരുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ എന്തോ മമ്മൂട്ടി കരുതി കൂട്ടി ചെയ്തു എന്നുള്ള തരത്തിലാണ് ആൾക്കാരങ്ങ് പടച്ച് വിടുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയുള്ളൊരു കാര്യം പറയാം. മമ്മൂട്ടി ഇൻ്റർവ്യൂസിൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? പ്രേക്ഷകർ അഭിപ്രായം പറയട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മമ്മൂട്ടി അത്യാവശ്യം പ്രോഗ്രസീവാണ്, അപ്ഡേറ്റഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ 100% അത് തന്നെയാണ് കേട്ടോ വിശ്വസിക്കുന്നത്. കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിനെ ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് എങ്ങനെയെങ്കിലും അയാൾ പ്രോഗ്രസീവ് ഒന്നുമല്ല, അപ്ഡേറ്റഡ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അങ്ങ് തെളിയിക്കണം. അങ്ങനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കാരണം കിട്ടിയ സമയത്ത് മമ്മൂട്ടിയുടെ മെക്കട്ടേക്ക് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. കുറേ കമൻറ്റുകൾ കണ്ടു, അങ്ങനെ ട്രോൾ കൈൻഡ് ഓഫ് കമൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. ലൈക്ക്, പ്രേക്ഷകർ അഭിപ്രായം പറയട്ടെ, പ്രേക്ഷകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ എൻ്റെ പടത്തിന് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വരണ്ട, ഞാൻ സ്ട്രൈക്ക് തരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കിണിച്ചുകൊണ്ടുള്ള ഇമോജിയൊക്കെ കണ്ട. ഹാർഡ്ലി ട്രൈങ് ടു ഡീഗ്രേഡ് മമ്മൂട്ടി. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ മമ്മൂട്ടി ഫാനാണ്, അത് ഞാൻ ഓപ്പണായിട്ട് സമ്മതിക്കാം. പക്ഷെ മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നത്. ഇതൊരു ന്യായമായി തോന്നിയത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് മമ്മൂട്ടി കുത്തിയിരുന്നിട്ട് അടിച്ചു കൊടുത്തോന്നല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആൾക്കാർ അതൊന്നും ചിന്തിക്കില്ലല്ലോ. കിട്ടിയ അവസരമല്ലേ, പാഴാക്കൂല. അപ്പം അങ്ങ് മമ്മൂട്ടിയുടെ തലക്കിട്ട് വെച്ചിട്ടങ്ങ് അടിച്ച് പിരുത്തങ്ങ് കൊടുക്കുക തന്നെ. ഇനിയിപ്പോൾ ചില ആൾക്കാർ എന്നോട് ചോദിക്കും, നീ ലാലേട്ടനെ ആളുകൾ പറയുന്നൊന്നും കാണുന്നില്ലേ? അങ്ങനത്തെ ചോദ്യം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ആ കളി എന്നോട് നടക്കൂല. ലാലേട്ടനെതിരെ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ലെവൽ ഡീഗ്രേഡിങ് ഒക്കെ നടന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളെ ബോഡി ഷെയ്മിങ് ചെയ്ത സമയത്തൊക്കെ അതിനെതിരെയൊക്കെ ഞാൻ കാര്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുമാത്രമല്ല, മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങിയ സമയത്ത് അതിന് ഭയങ്കര നെഗറ്റീവാണ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എൻ്റെ മലൈക്കോട്ടെ വാലിബൻ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് പറ ഞാൻ മോഹൻലാലിൻ്റെ ഹേറ്ററാണോ എന്ന്, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഹേറ്ററായി മമ്മൂട്ടിയെ മാത്രം പൊക്കി പറഞ്ഞ് ലാലേട്ടനെ താഴ്ത്തി പറയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരാളാണോ ഞാൻ എന്നുള്ള രീതിയിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ എപ്പോഴും എൻ്റെ പല വീഡിയോസിൻ്റെ അകത്തും പറയാറുണ്ട്, ആരുടെയും ബ്ലൈൻഡ് ഫാൻ ആവാതിരിക്കുക, ആരുടെയും ബ്ലൈൻഡ് ഹേറ്റർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഇത് രണ്ടും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഇതിങ്ങനെ ചീത്തയും തെറിയും വിളിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരെ പൊക്കി നടക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് കൂടുതൽ സമയം നഷ്ടമാവുന്നതും അല്ലെങ്കിൽ വില പോകുന്നതും ഒക്കെ. പിന്നെ എനിക്ക് മമ്മൂട്ടി കമ്പനിയോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, മമ്മൂട്ടി കമ്പനിയോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എന്തിനാണ് ആക്ച്വലി അശ്വന്ത് കോക്കിന് സ്ട്രൈക്ക് കൊടുത്തത്? എന്തിനാണ് കോപ്പിറൈറ്റ് ആക്ച്വലി കൊടുത്തത്? അതൊരു അനാവശ്യ പരിപാടിയായി പോയി. കാര്യം എന്തിനാ സ്വയം വില കളയുന്നത്? ഞാൻ വില കളയുന്നു എന്ന് തന്നെ പറയുള്ളൂ. കാര്യം ഇത് പുറകിലിരുന്നിട്ട് ഈ മമ്മൂട്ടി കമ്പനി, ഈ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഈ സ്ട്രൈക്കും പരിപാടികളൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് മമ്മൂട്ടീനെയാണ് ആക്ച്വലി ബാധിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ആൾക്കാർ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇതൊരു ചാൻസ് മമ്മൂട്ടി കമ്പനി ഉണ്ടാക്കി കൊടുത്ത പോലെ ആയിപ്പോയി. ഞാനടക്കമുള്ള റിവ്യൂവേഴ്സിനെ, എന്നെയൊക്കെ കൺസിഡർ ചെയ്യേണ്ട റീച്ചുള്ള ആൾക്കാർ വേറെ ആക്ച്വലി ഉണ്ടല്ലോ, പറഞ്ഞാൽ വേണ്ടില്ല, കുഴപ്പമില്ല. ഈ റിവ്യൂവേഴ്സിനെ ഒന്നും വില വെക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കൂ പരമാവധി. ഈ പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും ആരാണെങ്കിലും വില വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ.
നിങ്ങൾ അവരുടെ പുറകെ ഈ സ്ട്രൈക്ക് അടിക്കാനും അല്ലെങ്കിൽ അവരുടെ ചാനൽ കളയാനും വീഡിയോ കളയാനും ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിനിമേനെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് ആക്ച്വലി പോകുന്നത്. അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആവുകയായിരിക്കും, പക്ഷെ അതൊരു നെഗറ്റീവ് ഇംപ്രഷനിലേക്കാണ് ആക്ച്വലി പോകുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പം ഇതിൻ്റെ അകത്തുള്ള മമ്മൂട്ടി, പുള്ളിനെ ആൾക്കാർ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ പുള്ളി കരുതി കൂട്ടിയിട്ട് ചെയ്തു എന്നുള്ള തരത്തിലേക്ക് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു, അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നു. അപ്പം ഇത് പുള്ളിനെ കൂടിയും ബാധിക്കുന്നു. അപ്പം ഇതും കൂടിയിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അത് ഇതെന്നൊന്നും പറഞ്ഞിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ആവുമ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് പബ്ലിക്കിനും ഒരു ദേഷ്യം തോന്നും, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ഉടമയ്ക്കും ഒരു ദേഷ്യം തോന്നും. അപ്പോൾ കൂടുതൽ ഒരു ഹെയ്റ്റാണ് ആക്ച്വലി ഇതിൻ്റെ പേരിൽ സ്പ്രെഡ് ആവാനുള്ളൊരു സാധ്യത. അങ്ങനെ ഒരു സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ റോക്കിൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കാതൽ ഇഷ്ടപ്പെട്ടില്ല, മോശമാണ് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ഭീഷ്മപർവം പുള്ളി ഇഷ്ടപ്പെട്ടില്ല, മോശമാണ് എന്നുള്ള തരത്തിലാണ് ആക്ച്വലി പറഞ്ഞത്. എന്നിട്ട് ആ 2 സിനിമ എന്നെ തൊടാൻ വേണ്ടി പറ്റിയോ? തൊടാൻ പറ്റിയിട്ടില്ല. അതിന് നല്ല ഹിറ്റിലേക്ക് പോയി നല്ല റെസ്പോൺസ് നേടി പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് മാത്രമല്ല, ആ 2 സിനിമയ്ക്ക് പുള്ളി നെഗറ്റീവ് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ പുള്ളീനെ ചീത്ത വിളിക്കാൻ ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അങ്ങേര് പറഞ്ഞു, ഇതിപ്പോൾ അങ്ങേർക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ ഈ പബ്ലിസിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ള റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ സിനിമാക്കാർ തന്നെയാണ് ഇതാക്കുന്നത്. സോ അവോയ്ഡ് ദം. ഇപ്പം ചില ആൾക്കാർ പറയും അത് ഫൈനാൻഷ്യലി ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇതിപ്പോൾ അങ്ങനെ അയാളുടെ സ്ട്രൈക്ക് കൊടുത്തതുകൊണ്ടോ കോപ്പിറൈറ്റ് കൊടുത്തതുകൊണ്ടോ ബിസിനസ്സിനെ ഹെവി ആവേണ്ടത് ഹെവി ആവാതിരിക്കുകയും അല്ലെങ്കിൽ തോൽക്കാതിരിക്കുകയും ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഹെയ്റ്റ് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ അഭിനയിച്ച നടന് കുറേ ചീത്തയെന്തറിയും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് സംഭവിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ ഫാക്റ്റ്. ഈ ഫാൻസിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. തമ്മിൽ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ. എനിക്ക് മമ്മൂട്ടിയുടെ കാര്യം ആലോചിക്കുന്ന സമയത്താണ് പുള്ളി ഇപ്പോൾ പുള്ളിയുടെ പാതയിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നു, പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ 100% എഫേർട്ട്, 200% എഫേർട്ട് ഇട്ടിട്ട് പുള്ളി ചെയ്തിരിക്കുന്ന മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. സോ പുള്ളിയൊന്നും ഒരിക്കലും ഈ ചീത്തയും തെറിയൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല. പുള്ളി എന്നല്ല, മോഹൻലാലാണെങ്കിലും ഈ രണ്ടുപേരുടെയും ഫാൻസുകാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്തവിളിയും പരിപാടികളൊന്നും ഡിസർവ് ചെയ്യാത്ത 2 ആളുകളാണ്. അപ്പോൾ ഓൾറെഡി കാരണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള 2 പേരുടെ ഫാൻസും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളും പരിപാടികളൊന്നും ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് മമ്മൂട്ടി കമ്പനി ഇനിയിപ്പോൾ എനിക്ക് സ്ട്രൈക്കും അല്ലെങ്കിൽ എൻ്റെ ചാനൽ അടിച്ചു കളയാനൊന്നും ശ്രമിക്കല്ലേ. ഞാൻ ടർബോന് നെഗറ്റീവ് അല്ല പറഞ്ഞിരിക്കണത്, ഞാൻ ടർബോന് പോസിറ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, ഒരു ടെംപ്ലേറ്റ് സിനിമയാണ്. സോ ആ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ബോറടിക്കിയ പരിപാടിയൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇത് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. മമ്മൂട്ടിയുടെ ഫൈറ്റും പരിപാടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ അടിപൊളിയായിരുന്നു, മ്യൂസിക് അടിപൊളിയായിരുന്നു. അതേപോലെ കോമഡികളാണെന്നുണ്ടെങ്കിലും ഇതൊരു കോമഡി ആക്ഷൻ ഫിലിമാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കോമഡി അങ്ങ് അടിച്ചു മിന്നിച്ചിട്ട് ചണമാക്കിയിട്ടില്ല. എവറിത്തിങ് എല്ലാം ഇതിൻ്റെ അകത്തൊരു ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിമിറ്റേഷനാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ ലിമിറ്റ് വിട്ട് എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചളകളാവും, ഭയങ്കര വേസ്റ്റ് ആവും. അപ്പം ആ ഒരു ലിമിറ്റ് കീപ്പ് ചെയ്തിട്ട് ഇവർ എടുത്തിരിക്കുന്നു. സോ ആ രീതിയിൽ ഇതൊരു കൊമേഴ്ഷ്യൽ ഒരു ടെംപ്ലേറ്റ് ഫിലിം എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന സമയത്ത് ഇതിനെ ഭീകരമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് സിനിമ അത്ര മോശമായിട്ട് തോന്നിയിട്ടില്ല, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഞാൻ പോസിറ്റീവാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇഷ്ടമല്ലാത്ത ആൾക്കാർ അപ്പുറത്തുണ്ടാവും, അവരിഷ്ടമല്ല എന്ന് പറയുന്നു. മിക്സഡ് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്, അവരവരുടെ വഴിക്ക് വിടും. ഇത് സിനിമയിലൊന്നും അത്ര കാര്യമായിട്ട് അത് മമ്മൂട്ടി അതാണ് ഞാൻ ചിന്തിക്കുന്നത്. മമ്മൂട്ടിയുടെ ഒക്കെ പടത്തിന് ഇവന്മാർ നെഗറ്റീവ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാകുന്ന സമയത്ത് അയാളുടെ വില കളയുന്നതിന് തുല്യമല്ലേ ഇത്? എന്തിനാണ് അതിനുള്ള വകുപ്പ് ആക്ച്വലി ഉണ്ടാക്കി കൊടുക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂട്ടി ആരാ, മമ്മൂട്ടി എന്താ. പുള്ളിക്കിനൊന്നും തെളിയിക്കാനില്ല. പുള്ളിയാണ് മെഗാസ്റ്റാറാണ്.
ഞാൻ മമ്മൂട്ടിയുടെ കാര്യം മാത്രമല്ല, മോഹൻലാലിന്റെ കേസ് ഒന്നും തന്നെ പറയണ്ട, പുള്ളിക്കൊന്നും തെളിയിക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ ആ രണ്ടുപേരെയും അക്സെപ്റ്റ് ചെയ്യുക. എന്താണ് ഫാൻ ഫൈറ്റിന്റെ പേരിൽ തലയ്ക്ക് മൂത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടം വാരി എറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അങ്ങനെ ചെയ്തിട്ട് സ്വയം വില കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എന്നും പറയണ പോലെ എനിക്ക് എല്ലാ ഫാൻസിനോടും അല്ല, ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതിയോടുകൂടി നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അശ്വന്ത് കോക്ക് മമ്മൂട്ടി ഹെയ്റ്ററാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവിടുത്തെ ആളുകൾക്ക് ആക്ച്വലി ഉണ്ട്. മമ്മൂട്ടി ഹെയ്റ്ററൊന്നുമല്ല പുള്ളിക്കാരൻ. ലൈക്ക് മമ്മൂട്ടി സിനിമകളെയൊക്കെ പുള്ളി പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസിനെയൊക്കെ പുള്ളിക്കാരൻ ഭീകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, പുള്ളി ഭയങ്കരമായിട്ട് ആ ഒരു എന്താണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ പ്രൈസ് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ആ സിനിമയെക്കുറിച്ചിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഉള്ളിൽ വേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പുള്ളീനെ മമ്മൂട്ടി ഹീറ്ററാക്കി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അയാളെ മോഹൻലാൽ ഫാൻ എന്നുള്ള രീതിയിൽ മാത്രം തളച്ചിടേണ്ട ആവശ്യമില്ല. കാരണം മലൈക്കോട്ടൈ വാലിബൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ, എലോൺ ഇറങ്ങിയ സമയത്ത്, മോൺസ്റ്റർ, ഈ വക സിനിമകളൊക്കെ ലാലേട്ടൻ്റെ ഈ അടുത്ത കാലത്ത് വന്ന കുറേ പടങ്ങളൊക്കെ പപ്പടം പൊട്ടണ പോലെ പൊട്ടി വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫിലിം സെലക്ഷൻസ് ആയിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂസിനൊക്കെ അതിൻ്റെ അകത്തൊക്കെയുള്ള അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തന്നെയായിരുന്നു. മനസ്സിലായില്ല? അപ്പം അത് നമ്മൾ നോക്കി കാണണം. അപ്പോൾ മമ്മൂട്ടിയുടെ ഹെയ്റ്ററൊന്നുമല്ല പുള്ളിക്കാരൻ. അതുപോലെ മോഹൻലാലിൻ്റെ ഫാനാണെന്നും വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് പറയുക, അല്ലെങ്കിൽ മോഹൻലാലിനെ പൊക്കിയടിച്ച് വർത്താനം പറയുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പുള്ളിക്കാരൻ രണ്ടാൾക്കാരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരേ രീതിയിലുള്ള അപ്രോച്ചാണ് ആക്ച്വലി പിടിക്കുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പുള്ളി ഭീകരമായിട്ട് പറയും, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറയും. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മതവും വിശ്വാസവും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ചിട്ടൊന്നും എനിക്ക് പറയാനില്ല. അതൊക്കെ എക്സ്ട്രീം ടോക്സിസിറ്റിയാണ്. ഇപ്പോൾ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും നടന്മാർ, സ്റ്റാർ എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ ആക്ച്വലി ഉണ്ട്. അല്ലാതെ മോഹൻലാലിനെയും മമ്മൂട്ടിയുടെയൊക്കെ മതം നോക്കിയിട്ട് അവരെ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട്. എന്തിനാണ് കലയിലും ഈ ജാതിയും മതമൊക്കെ ചേർത്ത് കലയ്ക്കകത്തേക്കും ഈ ജാതി മതം വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഹെയ്റ്റും പരിപാടികളൊക്കെ കലർത്തി എന്തിനാണ് നശിക്കുന്നത്? എന്തിനാണ് നശിപ്പിക്കുന്നത്? എന്തിനാണ് കുട്ടിച്ചോറാകുന്നത്? എന്തിനാണ് അങ്ങനെ ഒരു രീതിയിലുള്ളതൊക്കെ? അതിൽ അവനവനും നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പം അവരെ ഒന്നും ഉപദേശിച്ചിട്ട് നന്നാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്നാലും എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം പറഞ്ഞു എന്നും മാത്രം. നാണക്കേടാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇപ്പം ടെർബോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ വീഡിയോൻ്റെ ഒക്കെ താഴെ പോയിട്ട് സംഖ്യ ആക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരെ ഉടാപ്പിയോ എന്തൊക്കെയോ ആക്കി വിടുന്നുണ്ട്. എന്തൊരു കഷ്ടം അത്! അപ്പം ഇത്രയ്ക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ.